ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റിൽ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിള്ളേരെ സ്കൂൾ തൊട്ട് എനിക്ക് വലുതാകുമ്പോൾ ഐ വോണ്ട് ടു ബി എ മില്യനെയർ, ഐ വോണ്ട് ടു ബി എ ബില്യനെയർ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുക. എല്ലാവരും ബിസിനസ് ചെയ്യാൻ യോഗ്യരാണ്. ഇത് ആക്ച്വലി ഓരോ കാലത്തിനും ഓരോ ട്രെൻഡ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പത്തെ ഒരു ട്രെൻഡായിരുന്നു ഗവൺമെന്റ് ജോബ്. അതിനുശേഷമുള്ളൊരു ട്രെൻഡാണ് ഈ എബ്രോഡ് ജോബ്, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക, സെറ്റിൽ ആവുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത് കാണുമ്പോൾ അതിൻ്റെ പുറകെ ബാക്കിയുള്ള അതിൻ്റെ പിന്നിൽ വരുന്ന കാറ്റഗറി ആളുകൾ എല്ലാവരും ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇറങ്ങും. ഫെയിൽ ആവാനുള്ള ചാൻസ് അത്രത്തോളം കൂടും. കാരണം അവർ പഠിച്ചിട്ടോ അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസിലോ എക്സ്പീരിയൻസിലോ ഒന്നും അല്ല അവർ ഈ പറയുന്ന പ്രോസസ്സുകളിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റിൽ, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ജോബ് ക്വിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സംരംഭകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്.